നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ അതായത് 24/4/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില കുറയുകയാണ്. അതേസമയം റബ്ബർ വില വീണ്ടും കുതിച്ചു ചാടുകയാണ്. ഒരു കിലോയുടെ പുറത്ത് 2 രൂപയാണ് ഇന്ന് വൈകിട്ടും കൂടിയത്. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 55 രൂപയും 1 പവൻ്റെ മുകളിൽ 440 രൂപയാണ് കുറഞ്ഞത്. ഇനി 22 ക്യാരറ്റ് രൂപ 14,020, 1 പവന് 1,12,160. അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,295, 1 പവൻ 1,22,360. അതുപോലെ 18 ക്യാരറ്റ് രൂപ 11,471, 1 പവൻ 91,768. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. എന്നാൽ റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 240, RSS 5 കിലോ 236, ISN 20 205, ലാറ്റക്സ് 60% DRCL 159 രൂപ 55 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 240, RSS 5 കിലോ 236. ഇതാണ് വൈകിട്ടത്തെ കൊച്ചി വില. ഈ കേരളത്തിലെ മറ്റ് ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCL ഒട്ടുപാൽ കിലോ 152, 60% DRCL ഒട്ടുപാൽ കിലോ 114. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 230, RSS 5 കിലോ 227. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 256 31 പൈസ, RSS 5 കിലോ 255 രൂപ 87 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ബെയ്ജിങ്ങിൽ നിന്നും റബ്ബറിന് ആവശ്യക്കാരെത്തുമെന്ന നിഗമനത്തിൽ ജപ്പാൻ, സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളിൽ നിക്ഷേപകർ താൽപ്പര്യം കാണിച്ചു. ഇതൊക്കെ കൊണ്ടായിരിക്കും ഇപ്പോൾ റബ്ബറിൻ്റെ വിലകളിൽ ഉണർവ് സംഭവിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് റബ്ബറിൻ്റെ വില കൂടുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുടെയും മറ്റേ ഇടത്തരക്കാരുടെയും ഇപ്പോൾ റബ്ബർ സ്റ്റോക്കില്ല. കാരണം നല്ല കനത്ത ചൂടിൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ പോലും തുടങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. കാര്യം ചൂട് 40 ഡിഗ്രി കൂടുമെന്നുള്ള പല നിഗമനവും പറയുകയാണ്. അതിനനുസരിച്ച് നല്ല ചൂടുമാണ് പുറത്ത്. ഇപ്പോൾ ഗവൺമെൻറ് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് 11 മണി മുതൽ 3 മണി വരെ പുറത്തിറങ്ങി വെയിൽ കൊള്ളരുതെന്ന്. എന്നാൽ ഇടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്നെങ്കിലും വീണ്ടും ചൂട് കൂടുകയാണ്. രാത്രികാലങ്ങളിൽ ഇപ്പോൾ പാട്ടമെടുത്ത ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പോലും ഇപ്പോൾ ശരിയായ വണ്ണം ടാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ പകല് ചൂട് ഉണ്ടായതുകൊണ്ട് രാത്രി ഈ ദ്വാരങ്ങളിലൊക്കെ ഇരിക്കുന്ന പാമ്പും മറ്റ് ഇഴജന്തുക്കൾ പുറത്തിറങ്ങി. അങ്ങനെ ചൂട് കാരണം അവയ്ക്കും അതിനകത്തിരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ അതിനെ കയറി ചവിട്ടിയാൽ കടിക്കുമെന്നുള്ള പ്രതിസന്ധിയും ഇവർക്ക് ഇടയിലുണ്ട്. നമ്മുടെ നാട്ടിൽ അടുക്കളയിൽ നിന്നൊക്കെ തീ എത്തിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ സാരി, മാക്സി ഇതൊക്കെ വളരെയേറെ സൂക്ഷിക്കേണ്ടതായുണ്ട്. ഈ തീ കത്തിക്കുമ്പോൾ പേപ്പറിൽ തീ കത്തിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് തീ സാരിയിലോ മാക്സിയിലോ പടരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊരു സംഭവമാണ് കുഞ്ഞിൻ്റെ ഡയപ്പർ കത്തിക്കുന്നതിനിടെ നൈറ്റിയിലേക്ക് തീ പടർന്ന് ഒരു യുവതിക്ക് ദാരുണാന്ത്യം. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കുഞ്ഞിൻ്റെ ഡയപ്പർ കത്തിക്കാനായി ഗ്യാസ് അടുപ്പിൽ നിന്ന് പേപ്പറിൽ തീയെടുക്കുന്നതിനിടെയാണ് പൊള്ളലേറ്റത്. ഓരോ ജീവനുകളും വിലപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ജാഗ്രതയായിരിക്കണം നല്ലത്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു.